ഇന്നാണെങ്കിൽ വിളക്ക് വെക്കാൻ ഒരുപാട് ടൈമായിട്ടോ. വേഗം തന്നെ കുളിച്ച് അകത്ത് വന്ന് നോക്കുമ്പോൾ ടൈം 6:30. തേജുവിൻ്റെ കൂടെ കളിച്ച് നിന്ന് ടൈം പോയതേ അറിഞ്ഞില്ല ട്ടോ. വേഗം തന്നെ വിളക്കൊക്കെ എടുത്ത് പുറത്ത് പോയി കഴുകാൻ വേണ്ടി പോയിട്ടോ. അപ്പോഴാണെങ്കിൽ ഒരാൾ എൻ്റെ പുറകുന്ന് മാറുന്നില്ല. ഞാനാണെങ്കിൽ ഉള്ളിലേക്ക് തണുപ്പാണെന്ന് പറഞ്ഞാൽ കേൾക്കൂല ട്ടോ. പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരവസരവും പാഴാക്കൂല ട്ടോ. പിന്നെ ഞാൻ തുളസി പറിക്കാൻ വന്നപ്പോഴും എൻ്റെ പുറകിൽ വരിക. തുളസി പറിക്കാനാണെങ്കിൽ ഒന്നുമില്ല ട്ടോ. വാടി നിൽക്കുകയാണേ. അങ്ങനെ അതൊക്കെ പറിച്ച് വിളക്കൊക്കെ കഴുകി ഉള്ളിലേക്ക് വന്നു. ഫോട്ടോ ഒക്കെ തുടച്ച് വൃത്തിയാക്കി. ഒരാഴ്ചയായിട്ടോ വിളക്ക് വെച്ചിട്ട്. എനിക്കാണെങ്കിൽ വിളക്ക് വെച്ചില്ലെങ്കിൽ ഒരു സമാധാനവും ഉണ്ടാവില്ല ട്ടോ. അങ്ങനെ വേഗം തന്നെ എല്ലാം ക്ലീനാക്കി ഫോട്ടോയ്ക്ക് തുളസിയൊക്കെ വെച്ച് വേഗം തന്നെ വിളക്ക് അങ്ങോട്ട് വെച്ചു ട്ടോ. ടൈമാണെങ്കിൽ ഒരുപാടായി. പുറത്താണെങ്കിൽ ഇരുട് കൂടി ട്ടോ. പിന്നെ ഒരാളാണെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലേ അടുത്ത ആൾ പ്രാർത്ഥിക്കുള്ളൂ ട്ടോ. എന്താണോ പ്രാർത്ഥിക്കുന്നത് അവന് മാത്രമേ അറിയുള്ളൂ. പിന്നെ വേഗം തന്നെ ഉള്ളിലേക്ക് വന്ന് ബോഡി ലോഷനൊക്കെ ദേഹത്ത് മൊത്തം തേച്ച്. തണുപ്പ് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത തണുപ്പ് ട്ടോ. വിള്ളൽ വന്ന പോലെ കയ്യും കാലൊക്കെ. അങ്ങ് നാശമായിട്ടോ. ബോഡി ലോഷനൊന്നും തേച്ചിട്ട് നിൽക്കൂല തോന്നുന്നുണ്ട് ഈ തണുപ്പിന്. അങ്ങനെ വേഗം തന്നെ പുതപ്പിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി. തണുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ്. വൈകുന്നേരം ആകുമ്പോൾ കുളിക്കാൻ എന്തൊരു മടിയാ അറിയോ. തേജു ആണെങ്കിൽ എൻ്റെ മടിയിൽ ഓടി വന്ന് കയറിയിരുന്നു. ഇങ്ങനെ പഠിച്ചാൽ മതി അമ്മ എന്ന് പറഞ്ഞിട്ട് ബുക്കൊക്കെ എടുത്ത് വന്ന് തന്നു ട്ടോ. ഇവൻ്റെ ഒരു സ്റ്റഡി ടേബിൾ ഒരു സ്ഥിരത അല്ല ട്ടോ. ഒന്ന് ഉള്ളിൽ ഒന്ന് റൂമിൽ അങ്ങനെയായിട്ട് എങ്ങനെയെങ്ങനെയോ കിടക്കും ട്ടോ. പിന്നെ വേഗം തന്നെ ഒരാൾ പഠിച്ച് കഴിഞ്ഞ പാട് തന്നെ ടൈം ടേബിളൊക്കെ പറഞ്ഞു തരാൻ പറഞ്ഞു. അങ്ങനെ ടൈം ടേബിളൊക്കെ പറഞ്ഞു കൊടുത്തു. അതിന് ഭയങ്കര ഉഷാറാട്ടോ. പഠിച്ചില്ലെങ്കിലും പിന്നെ കുറച്ച് നേരം ടി വി കാണാമെന്ന് ഉള്ളിലേക്ക് വന്നപ്പോൾ ഒരാൾ കൂടെ വന്നു ട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി കാണാം.